to easy recipes. ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് കൊണ്ടുള്ള ഒരു സ്വീറ്റാണ്. ഒരു 5 മിനിറ്റ്സിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിയായ ഒരു മിൽക്ക് പേട എന്നൊക്കെ പറയാം. ആ ഒരു സ്ട്രക്ചറിലായിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു 3 സാധനങ്ങൾ മാത്രം മതിയാകും. അതിന് മെയിനായിട്ട് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാല്, 2 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും നമുക്ക് ഒരു മൈക്രോവേവ് ഓവനിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് 5 മിനിറ്റ്സിൽ. അപ്പം നമുക്കത് ഒരു മൈക്രോവേവ് ഓവൻ ബൗളിൽ ഒഴിക്കാം. ആദ്യം ഫുൾ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഫുൾ ടിൻ ഒഴിക്കുകയാണ്. ഇത് ഒരു ടിന്നാണെങ്കിൽ 390 ml, ഒരു 400 ml ആണ് ഒരു ടിൻ. അപ്പോൾ നമുക്കത് ഫുൾ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ടിയുള്ള തൈരാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓവനിൽ വയ്ക്കാം. അപ്പോൾ ഞാനിപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മൈക്രോവേവ് ഓവനിൽ തന്നെ ഒരു 5 മിനിറ്റ്സ് നമുക്ക് വയ്ക്കാം. ഇത് പ്രീ ഹീറ്റ് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് വെച്ചിട്ട് ഒന്ന് 5 മിനിറ്റ്സ് വെച്ചാൽ മതിയാകും. വെച്ചിട്ട് ഓൺ ചെയ്തിട്ട് ഇടയ്ക്ക് ഒന്ന് ഒരു 2 മിനിറ്റ്സ് ആകുമ്പോൾ ഇടയ്ക്ക് ഒന്നെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വിട്ടിട്ട് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് അഗെയിൻ വയ്ക്കുക. അങ്ങനെ ടോട്ടൽ 5 മിനിറ്റ്സ്. ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ആകാറാവുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഗീ ആഡ് ചെയ്യാൻ പോയാണ്. ഗീ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് 5 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഗീ മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ നല്ലവണ്ണം 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി റിമൈനിങ് ടൈം അവിടെ ഉണ്ടല്ലോ, നമുക്ക് അത്രയും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. ഇത് ഫിനിഷായിട്ട് നമുക്ക് എടുക്കാം. ഇത് തിളയ്ക്കുന്നുണ്ട് കണ്ടോ, ചിലപ്പോൾ അത് പൊങ്ങി വരും. അപ്പം നിങ്ങളതുകൊണ്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. അത് പുറത്ത് പോകാറാവുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അകത്ത് തിളയ്ക്കണമുണ്ടോ. 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് നമുക്കിപ്പോൾ ഇത് പുറത്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഉണ്ട്. ഇപ്പം തന്നെ ഒന്ന് സെറ്റായി. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനിയും അഗെയിൻ 1 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. അതായത് 5 മിനിറ്റ്സ് കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഇനി 1 മിനിറ്റ് കൂടെ അത് കുക്കാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇനി എടുത്ത് തണുപ്പിക്കാൻ വയ്ക്കുന്നത്. നമുക്കിപ്പോൾ പേട റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ടോട്ടലായിട്ട് ഒരു 6 മിനിറ്റ്സാണ് എടുത്തത്. 5+1 അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്കിത് നല്ല തിക്കായിട്ടില്ല, പക്ഷേ ഇത് ഓക്കെയാണ്. നിങ്ങൾക്ക് ഇതൊക്കാലും തിക്നെസ് കൂട്ടണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടുതൽ വയ്ക്കാം. പക്ഷേ എന്തായാലും ഇത് മറ്റേ ഹൽവ പോലെ മുറിച്ചെടുക്കാൻ പറ്റത്തില്ല. സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓവൻ ഇല്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട. ഓവൻ ഇല്ലാത്തവർ സ്റ്റവിൽ വെച്ചും ഇത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമുക്കിത് വേഗം ഇൻസ്റ്റൻ്റായിട്ട് ഇടുന്ന ഉടനെ നമുക്കൊരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്.